أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 948 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 60-61 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 60-61 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിൽ പ്രതിപാദിക്കുന്ന സുപ്രധാനമായ 3 കഥകൾ, 3 സംഭവങ്ങൾ അല്ലെങ്കിൽ 3 ആനക്ഡോട്ട്സ് ഉണ്ട് എന്നത് നമ്മൾ അതിന്റെ സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വിവരണങ്ങളുടെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാമത്തത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഗുഹയുമായി ബന്ധപ്പെട്ട, ഗുഹാവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ആനക്ഡോട്ടാണ്. അതിനെ തുടർന്ന് 2 തോട്ടങ്ങൾ നൽകപ്പെട്ട ഒരാളുടെ കഥയും അതുപോലെ ഉത്ബോധന പ്രധാനമായ ചില വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്തുകളും ഒക്കെയാണ് നമ്മൾ വായിക്കുകയുണ്ടായത്. അതിനുശേഷം ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ആനക്ഡോട്ട്സിലേക്കാണ്, രണ്ടാമത്തെ ആനക്ഡോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളിലൂടെ എത്തുന്നത്. അത് മൂസ അലൈഹിസ്സലാമും അദ്ദേഹത്തിന് അസാധാരണമായ വിധത്തില് ജ്ഞാനം പകർന്നു കൊടുത്ത ഒരു വ്യക്തിയെ ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ ഖിളർ അലൈഹിസ്സലാം എന്നാണ് ഇസ്ലാമിക ലോകത്ത് സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ അദ്ദേഹവും മൂസ അലൈഹിസ്സലാമും ഖിളർ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആനക്ഡോട്ടാണ് ഇനി നമ്മൾ ഈ സൂറത്തിന്റെ ഭാഗമായിട്ട് വായിക്കാൻ പോകുന്നത്. ഇന്നലെ ഉൾപ്പെടെയുള്ള ദിനങ്ങളിൽ നമ്മൾ വായിച്ച ഏതാനും ആയത്തുകൾ മക്കയിലെ സത്യനിഷേധികളായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതുപോലെ സത്യവിശ്വാസികളെ അവര് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ അവർക്ക് കരുത്തും ഊർജവും ഒക്കെ പകരുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അടങ്ങിയ ഉത്ബോധന പ്രധാനമായ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ പിന്നിട്ട ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് മറ്റൊരു കഥാകഥനത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഇന്ന് വായിച്ച 2 ആയത്തുകൾ മുതൽ. നമ്മൾ തൊട്ടു മുമ്പ് വായിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണയുടെ ഉടയവനുമാണ് എന്ന കാര്യവും, ശിക്ഷ നടപ്പിലാക്കുന്നതിന് ധൃതി കാണിക്കുന്നവനല്ല, ഓരോരുത്തർക്കും അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, ഒരു മൗഇദ് വെച്ചിട്ടുണ്ട്. ആ മൗഇദ് വരെ അവർക്കുള്ള അവസരമാണ്.
അവര് നിലപാടുകൾ ശരിയാക്കുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും സത്യം ശിരസേൽക്കുന്നതിനൊക്കെ ആയിട്ട് അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അവസരമാണത്. ആ അവസരം നഷ്ടപ്പെടുത്തുന്ന വിധത്തില് അള്ളാഹു ഇടപെടുകയില്ല. മാത്രവുമല്ല, അള്ളാഹുവിലേക്കല്ലാത്ത മറ്റൊരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഒരു രക്ഷാമാർഗം തേടിയുള്ള ഒരു പോക്ക് ഒരാൾക്കും സാധ്യവുമല്ല എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. എന്നിട്ട് ചില ഖറിയകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയുണ്ടായി, വതിൽക്കൽ ഖുറ അഹ്ലക്നാഹും, ഈ പ്രദേശങ്ങള്, ഈ നാടുകള് നാം അവയെ നശിപ്പിച്ചതാണ്. നാം നശിപ്പിച്ച ദൈവിക നടപടികളുടെ ഭാഗമായിട്ട് ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങി നശിച്ച നാടുകളാണ് ഈ പരാമർശിക്കപ്പെട്ടത്. നേരത്തെ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് വിവരിക്കപ്പെട്ടിട്ടുള്ള നാടുകൾ. അവര് ലാലിമുകളായി മാറിയ ഘട്ടത്തിലാണ് ദൈവിക നടപടി ഉണ്ടായിരുന്നത്. എന്നാൽ അതും അള്ളാഹു ധൃതി കാണിച്ചുകൊണ്ട് നശിപ്പിച്ചതല്ല. തീർച്ചയായിട്ടും വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, അവരെ നശിപ്പിക്കുന്നതിന് അള്ളാഹു ഒരു സമയം വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം തന്നെയാണ് അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായത്. അവരുടെ വിനാശം സംഭവിച്ചത് അള്ളാഹു നിശ്ചയിച്ച മൗഇദില് തന്നെയായിരുന്നു എന്നാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത്. അവിടെയും പ്രബോധിത സമൂഹത്തിൽ ആരെങ്കിലും ധൃതി പിടിച്ച് അക്ഷമ കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നാ പിന്നെ ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞു എന്നതുകൊണ്ടായിട്ട് അള്ളാഹു പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കാറില്ല. ഓരോ സമൂഹത്തിനും അള്ളാഹു ഒരു അജല്, ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതുവരെ അവർക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അവരത് പ്രയോജനപ്പെടുത്താതിരിക്കുകയും അവരുടെ ലുൽമില്, അക്രമത്തില് തന്നെ, അവരുടെ ആ ധാർഷ്ട്യത്തിലും അവരുടെ ആത്മദ്രോഹത്തിലും തന്നെയാണ് അവർ തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് അവരെ തേടി ആ വിനാശം എത്തും എന്നതാണ് ഇവിടെ സംശയത്തിന് ഇടമില്ലാത്ത വിധത്തില് ബോധ്യപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിനെ തുടർന്ന് ഒരു പ്രത്യേക സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു, മൂസ അലൈഹിസ്സലാമും അതുപോലെ ചരിത്രത്തില് വിശ്രുതനായ ഖിളർ അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു ഒത്തുചേരലിന്റെയും കൂടിക്കാഴ്ചയുടെയും സഹയാത്രയുടെയും ഒക്കെ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കപ്പെടാൻ പോകുന്നത്. അതിന് ചില ചരിത്ര പശ്ചാത്തലവും ഈ സംഭവം ഇവിടെ വിവരിക്കേണ്ടതിന്റെ അനിവാര്യതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തിന്റെ തുടക്കത്തില് ഞാൻ സൂചിപ്പിച്ചതാണ്, മക്കയിലെ ചില പ്രമാണിമാര്, ബഹുദൈവാരാധകരായ ആ സമൂഹത്തിലെ ചില നേതൃപരമായ പദവികളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് മദീനയിലെയും ചുറ്റുപാടിലെയും ഒക്കെ യഹൂദ സമൂഹത്തിൽപ്പെട്ട അവരുടെ പുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ പ്രേരണയിലാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. ഒരുപക്ഷെ മക്കയിലെ നേതാക്കന്മാര് ഈ ഖുറൈശി നേതാക്കന്മാരുടെ ഈ യഹൂദ നേതാക്കന്മാരുടെ അടുക്കലേക്ക് പോയി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് വിരട്ടാനും ഇരുത്താനും ഒന്ന് തോൽപ്പിച്ചു കളയാനും ഒക്കെ പറ്റിയ ചില സംഗതികൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ള നിലക്ക് അവരാവശ്യപ്പെട്ടതിന്റെ ഫലമായിട്ട് പറഞ്ഞതുമാവാം. അവര് പലപ്പോഴും യഹൂദര് ഒരു പ്രവാചകന്റെ ആഗമനത്തെ കാത്തു നിൽക്കുന്ന, അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന വിധത്തിലുള്ള സംസാരം നടത്താറുണ്ടായിരുന്നതിനെ പരാമർശിച്ചുകൊണ്ടാണ് മക്കയിലെ ആളുകൾ അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രവാചകൻ നെ കുറിച്ച് നിങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു കക്ഷി വന്നിട്ടുണ്ട്, അയാള് ശരിക്കും നിങ്ങൾ കാത്തിരിക്കുന്ന വിധത്തിലുള്ള പ്രവാചകൻ തന്നെയാണോ? നിങ്ങൾക്കാണല്ലോ പ്രവാചകന്മാർ എന്ന് പറഞ്ഞ പ്രതിഭാസമൊക്കെ അറിയുക, നിങ്ങളുടെ കൂട്ടത്തിലേക്കാണല്ലോ അങ്ങനെ ചിലരൊക്കെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഈ കക്ഷി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രവാചകൻ തന്നെയാണോ അല്ലേ എന്നത് അറിയാൻ വേണ്ടിയാണ് അവര് യഹൂദരുടെ അടുക്കലേക്ക്
പോയി സംസാരിക്കുകയൊക്കെ ഉണ്ടായത് എന്നാണ് ചില സ്രോതസ്സുകളിൽ കാണാൻ പറ്റുന്നത്. എന്തായാലും അത് തിരിച്ചറിയാൻ പറ്റുന്നതിന് ഉപകരിക്കുന്ന ചില ചോദ്യങ്ങള് യഹൂദര് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ യഹൂദരുടെ നിർദ്ദേശപ്രകാരം മക്കയിലെ പ്രമാണിമാര് ചോദിച്ചപ്പോ അതിനുള്ള മറുപടിയായിട്ടാണ് സൂറത്തുൽ കഹ്ഫിലെ ഈ സംഭവ വിവരണങ്ങൾ വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനൊരു ഡിലേ ഒക്കെ ഉണ്ടായി. ആ ഡിലേ ഉണ്ടായതിന് ദൈവികമായ ഒരു നടപടിക്രമം എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് വരാനിരിക്കുന്ന നാളുകളിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് അള്ളാഹുവിന്റെ മശീഅത്തുണ്ടെങ്കിൽ എന്ന് ചേർത്ത് പറയാത്ത ഒരു രീതിയിൽ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നും ഇത് സംബന്ധമായി അതിന്റെ സൂക്ഷ്മ തലങ്ങളെ പരിശോധിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മളത് അതിന്റെ ഏകദേശം ഒരു ചിത്രം നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോ ഇതിലെ രണ്ടാമത്തെ ഈ സംഭവം മൂസ ഖിളർ അലൈഹിമസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആനക്ഡോട്ട്, അതിന്റെ വിവരണത്തിന്റെ ആദ്യത്തെ 2 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇതിന്റെ പശ്ചാത്തലവും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും ഒക്കെ അടുത്ത ദിവസം നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ചില പ്രതികരണങ്ങള് വൈകാതെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്നത് കൂടി അതിനൊരു കാരണമാണ്. കാരണം നമ്മളുടെ വിഷയങ്ങള് മാറുകയാണല്ലോ. അപ്പോ മൂസ ഖിളർ സംഭവങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി ഈ ഇതുവരെ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഒരു കണക്ഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ ആയത്തുകളുടെ ആശയം ഒന്ന് കേൾക്കാം. വൈദഖാല മൂസ ലിഫതാഹു, മൂസ അലൈഹിസലാം തന്റെ ഭൃത്യനോട് ഇങ്ങനെ പറഞ്ഞ ഒരു സന്ദർഭം, അത് പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. അത് സ്മരണ അർഹിക്കുന്നതും പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിനുണ്ടായ ആ പ്രത്യേകമായ ഒരു അനുഭവമുണ്ട്. അത് ഇവരെ ഒന്ന് കേൾപ്പിക്കുക എന്ന വിധത്തിലാണ് അള്ളാഹു ഇവിടെ അത് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെ ഒന്ന് കേൾപ്പിക്കുക എന്നൊന്നും വാചക ഘടനയിലില്ല. പക്ഷേ നമുക്ക് ഇത് എന്ന ആ പ്രയോഗത്തിൽ അത് ആ ഒരു ആശയം വായിച്ചെടുക്കാൻ സാധിക്കും. ഖുർആനിൽ അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഇത് എന്ന് തുടങ്ങിക്കൊണ്ട് ഒരു സംഭവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു ശൈലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കാണാൻ കഴിയും. വൈദഖാല മൂസ ലി ഫതാഹു, മൂസ അലൈഹിസ്സലാം തന്റെ ഭൃത്യനോട് ഇങ്ങനെ സംസാരിച്ച ആ സംഭവം അത് ഓർക്കുക, അത് ഇവരെ ഒന്ന് കേൾപ്പിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് പതിയേണ്ട വിഷയം തന്നെയാണ് എന്ന വിധത്തിലൊക്കെയാണ് ആ പ്രയോഗം. അപ്പോ മൂസ അലൈഹിസ്സലാം തന്റെ ഭൃത്യനോട് ഇങ്ങനെ പറഞ്ഞ ആ സന്ദർഭം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ലാ അബ്രഹു ഹത്ത അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ, 2 ബഹ്റുകളുടെ സംഗമസ്ഥാനത്ത് എത്തുന്നത് വരെ ഞാൻ പോയിക്കൊണ്ടിരിക്കും, ഞാൻ എന്റെ യാത്ര നിർത്തിവെക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം പറയുകയുണ്ടായത്. 2 ജലാശയങ്ങളുടെ അല്ലെങ്കിൽ 2 സമുദ്രങ്ങളുടെ അല്ലെങ്കിൽ 2 നദികളുടെ സംഗമസ്ഥാനം. ബഹ്ർ എന്നത് അറബിയില് വലിയ ജലാശയങ്ങൾക്ക് മുതൽ സമുദ്രങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. വലിയ ജലസ്രോതസ്സുകളായ ഇടങ്ങൾ, അതിനെയാണ് ബഹ്ർ എന്ന് ഉപയോഗിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമും സംഘവും ഈജിപ്തിൽ നിന്ന് സിനായ് മരുഭൂമിയിലേക്ക് എത്തുന്നത് ചെങ്കടല് കടന്നുകൊണ്ടാണ്. അത് ആ പ്രദേശം ഒരു വലിയ ഒരു സമുദ്രത്തിന്റെ ഒരു പാരാപാരം പോലെയുള്ള ഒരു വലിയൊരു ഡിസ്റ്റൻസ് അല്ല ഈ ചെങ്കടല് എന്ന് നമുക്കറിയാം. അപ്പോ അത് കടലാണോ നദിയാണോ
അതിനിടക്കുള്ള ഒരു ഘട്ടത്തിൽ ഒരു വലിപ്പത്തിലുള്ളതാണോ എന്നതൊക്കെ നമുക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. അപ്പോ വലിയ ജലസ്രോതസ്സിനെ പരാമർശിച്ചുകൊണ്ടാണ് ബഹർ എന്ന വാക്ക് ഖുർആനിൽ ഉപയോഗിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം ഇവിടെ പറയുന്നത് രണ്ട് ബഹറുകളുടെ സംഗമസ്ഥാനത്തേക്ക് എത്തുന്നത് വരെ ഞാൻ എന്റെ യാത്ര തുടരുക തന്നെ ചെയ്യും. ഔ അംലി ഹുഖ്ബ, അതല്ലെങ്കിൽ അനന്തമായ ദീർഘമായ ഒരു കാലം ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന്. എന്ന് പറഞ്ഞ ഈ സംഗമസ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ഞാൻ ദീർഘമായ ഒരു കാലം യാത്രയിൽ തന്നെ ആയിരിക്കും എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ഭൃത്യനോട് പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് ഒരു ഒത്താശയൊക്കെ ചെയ്തു കൊടുക്കുന്നതിനും അതുപോലെയുള്ള സംഗതികൾക്കൊക്കെ ആയിട്ട് ഒരാൾ കൂടെ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അപ്പൊ ഒരു ഭൃത്യൻ മൂസ അലൈഹി ഇസ്ലാം, ഫത്ത എന്ന് പറഞ്ഞ യുവാവ് എന്നാണ് അർത്ഥം. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന് ഒരു കയ്യാളായിട്ട്, ഒരു സഹായിയായിട്ട് ഒരു ഭൃത്യൻ കൂടെ ഉണ്ടായിരുന്നു. ആ ഭൃത്യനോടാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്, ഞാൻ എന്റെ ഈ യാത്ര രണ്ട് ബഹറുകളുടെ സംഗമസ്ഥാനത്ത് എത്തുന്നത് വരെ തുടരും. ഇതൊരു ചെറിയ യാത്രയും അല്ലെങ്കിൽ ഒരു സമയം നിർണയിച്ച് ദൂരം നിർണയിച്ച് പുറപ്പെടാവുന്ന ഒരു യാത്രയല്ല. നമ്മളുടെ ലക്ഷ്യം ഈ ബഹറുകളുടെ സംഗമസ്ഥാനാണ്. രണ്ട് സമുദ്രങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് നദികളുടെ സംഗമസ്ഥാനത്തേക്കാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ എത്തുന്നത് വരെ യാത്ര തുടരും. ഔ അംലി ഹുഖ്ബ, അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടും അങ്ങനെയുള്ള ഈ സമുദ്രങ്ങളുടെ സംഗമത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഞാനത് അങ്ങനെ നീണ്ടുപോകും. ഒരു പക്ഷേ വലിയൊരു കാലം തന്നെ ഈ യാത്ര കവർന്നെടുത്തെന്ന് വരും. ഔ അംലി ഹുഖ്ബ, ദീർഘമായ ഒരു കാലം ഞാൻ ഈ യാത്ര തുടർന്നെന്ന് വരും. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം ഭൃത്യനോട് പറയുന്നത്. അപ്പൊ ഫലമ്മ ബലഗ മജ്മഅ ബൈനിഹിമ, അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം അതുപോലെ അദ്ദേഹത്തിന്റെ ഭൃത്യൻ രണ്ടുപേരും ഈ ബഹറുകളുടെ സംഗമസ്ഥാനത്ത് എത്തിയപ്പോൾ നസിയ ഹൂതഹുമ, അവരുടെ കയ്യിലുണ്ടായിരുന്ന മത്സ്യത്തെ അവര് മറന്നുപോയി. അവരുടെ കയ്യിൽ യാത്രയിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടിയായി അവർ കരുതിയിരുന്ന മത്സ്യമുണ്ടായിരുന്നു, ഹൂത്ത് ഉണ്ടായിരുന്നു. ആ ഹൂത്ത് അവർ ഈ നദികളുടെ സംഗമസ്ഥാനത്ത് അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് എത്തിയപ്പോ അവിടെ തറയിലെവിടെ ഒന്ന് വെച്ച് കാണണം. എന്തായാലും അതിനെക്കുറിച്ച് അവർ അല്പനേരം വിസ്മൃതിയിലായിപ്പോയി. അതിനെ തുടർന്ന് ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ, അപ്പൊ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആ മത്സ്യം അതിന്റെ വഴി തേടിക്കളഞ്ഞു. സമുദ്രത്തിലേക്ക് എത്താനുള്ള അതിന്റെ തട്ടിപ്പിടച്ച് സമുദ്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള അതിന്റെ വഴി അത് കണ്ടെത്തി കളഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭൃത്യൻ കയ്യിൽ കരുതിയിരുന്ന, മൂസ അലൈഹി ഇസ്ലാമിന് വേണ്ടി കൂടെ കയ്യിൽ കരുതിയിരുന്ന ആ മത്സ്യം ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ജീവനുള്ള മത്സ്യമായിരിക്കണം. അതല്ലെങ്കിൽ ഒരു അത്ഭുതകരമായ വിധത്തിൽ ഈ മത്സ്യം ജീവനുള്ളതായി മാറിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ മത്സ്യത്തെ പിടിച്ചുകൊണ്ട് പോയി ഒരു അർദ്ധജീവൻ ഉള്ള വിധത്തിൽ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഈ സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് എത്തിയപ്പോ ആ മത്സ്യത്തിന് ജലസാന്നിധ്യം അനുഭവപ്പെടുകയും അത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധത്തിൽ തന്നെ തട്ടിപ്പടച്ച് വെള്ളത്തിലേക്ക് അങ്ങ് ചെന്ന് ചേർന്ന് കാണും. അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടയാളമാണ്. അദ്ദേഹം ലക്ഷ്യമിട്ട് യാത്ര ചെയ്തിരുന്ന ആ ഇടത്തേക്ക് എത്തിയോ ഇല്ലേ എന്നത് തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിട്ടാണ് തുടർന്നുള്ള ആയത്തുകളിൽ ഇത് സൂചിപ്പിക്കപ്പെടുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നത് ഇസ്ലാമിക ലോകത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ദീർഘമായ ചർച്ചകൾ അത് സംബന്ധമായിട്ട് നടക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിവേദനം അനുസരിച്ച് ഫറോവയെയും കൂട്ടരെയും പരാജയപ്പെടുത്തി
ഇസ്രായേൽ മക്കള് ചെങ്കടല് കടന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അവരെയൊക്കെ ആയിട്ട് മൂസ അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് മടങ്ങുകയും അവിടെ തന്നെ താമസമാക്കുകയും ചെയ്തു. ആ കാലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് ഒരു നിവേദനത്തില് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അതില് ചരിത്രപരമായി അസ്വീകാര്യത ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമും ഇസ്രായേൽ മക്കളും ഫറോവയുടെയും പ്രഭൃതികളുടെയും ഒക്കെ കിരാത മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടല് കടന്നു പോയതിനെ തുടർന്ന് അവര് പിന്നീട് ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നു എന്നത് ചരിത്രപരമല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല. മറിച്ച് മൂസ അലൈഹി ഇസ്ലാമും സംഘവും മരുഭൂമിയില്, സിനായ് മരുഭൂമിയില് 40 വർഷം കഴിയേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഖുർആന്റെ സൂചനകളിൽ നിന്ന് വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഫറോവയുടെയും കൂട്ടരുടെയും ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അവർ ഈജിപ്തിലേക്ക് തിരികെ വന്ന് അവിടെ താമസിച്ചു. ആ കാലത്തുണ്ടായ ഒരു സംഭവമാണ് എന്ന് പറയുന്നത് ചരിത്രപരമായി സ്വീകാര്യമാവുന്നില്ല എന്നാണ് പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രബലനായ ഒരു ഖുർആൻ വ്യാഖ്യാതാവ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ ഒക്കെ ഫലമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മൂസ അലൈഹിസ്സലാം ഈജിപ്തില് അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിച്ചു തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവമാണിത് എന്നാണ്. മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിന്റെ ദൂതനായിട്ട് നിയോഗിക്കപ്പെടുകയും അദ്ദേഹം ദൈവിക ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഘട്ടത്തില് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ചില അപക്വമായ പ്രതികരണങ്ങളെ തുടർന്ന് അള്ളാഹു അദ്ദേഹത്തെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ വിവരിക്കപ്പെടുന്ന കഥയിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിച്ച ഈ ഖുർആൻ ഗവേഷകൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അപ്പൊ അത് വ്യക്തമാക്കുന്നത് ആ നിരീക്ഷണം ശരിയാവാൻ വലിയ സാധ്യതയുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇവിടെ മൂസ അലൈഹി ഇസ്ലാമാണ് പഠിതാവ്, ഖിളർ അലൈഹി ഇസ്ലാമാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ. അങ്ങനെ ഒരു മാസ്റ്റർ ഡിസൈപ്പിൾ റിലേഷൻഷിപ്പ് ഇവിടെ ഈ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിലുണ്ട് എന്നത് ഈ കഥയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. മൂസ അലൈഹി ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യന്റെ സ്വാഭാവികമായ ബാഹ്യമായ പ്രകടമായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നിരീക്ഷണങ്ങളാണ്. എങ്കിൽ ഖിളർ അലൈഹി ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് സമാവിയായ ദൈവികമായ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ പറ്റുന്ന ഒരു സാധ്യതയെ കുറിച്ചാണ്. അപ്പൊ രണ്ട് സംഗതികളാണ്. പ്രത്യക്ഷത്തില് നമ്മൾ കാണുന്നത് ബാഹ്യമായ ലക്ഷണങ്ങളും അല്ലെങ്കിൽ പ്രതിഭാസങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത്, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്താറുണ്ട്. അപ്പോ വലിയ മഹാമാരിയൊക്കെ ഉണ്ടാകുമ്പോഴും അതുപോലെ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ഇത്തരം ബാഹ്യ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നത് സംബന്ധമായി ചില ധാരണകളിലേക്ക് എത്താറുണ്ട്. പക്ഷെ അത് കേവലമായ ബാഹ്യ ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നിരീക്ഷണങ്ങൾ മാത്രമാണ്. അത് ശരിയായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നതിന് ദൈവികമായ ചില കാരണങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകും. ആ കാരണങ്ങളും തീരുമാനങ്ങളും നമുക്ക് ദൈവിക വെളിപ്പാടുകളിലൂടെ അല്ലാതെ അറിയാൻ സാധിക്കില്ല. അത്തരം ചില സംഭവങ്ങളെ ആണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന് നേരിടേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സാധാരണ മനുഷ്യന്റെ ബാഹ്യമായി കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ചില തീരുമാനങ്ങളിലേക്കും നിഗമനങ്ങളിലേക്കും ഒക്കെ എത്തുന്ന ഒരു സ്വാഭാവികമായ മനുഷ്യന്റെ പ്രതികരണമാണ് മൂസ അലൈഹി ഇസ്ലാം ഇവിടെ നടത്തുന്നതും അതിന്റെ അന്തരാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നത് അതിലടങ്ങിയിരിക്കുന്ന നിഗൂഢമായ തലങ്ങൾ യഥാർത്ഥത്തിൽ ദൈവികമായ തീരുമാനങ്ങളും ഉദ്ദേശങ്ങളും എന്തായിരുന്നു എന്നത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഖിളർ അലൈഹി ഇസ്ലാം. ഇതിലൂടെ മൂസ അലൈഹി ഇസ്ലാമിനെ ചില സുപ്രധാനമായ പാഠങ്ങള് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്.
ഈ സംഭവങ്ങൾ ഇവിടെ വിവരിക്കുന്നതിലൂടെ ഇപ്പോ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഖുർആൻ ആദ്യമായി അവതരിച്ച ഘട്ടത്തില് അത് അഭിസംബോധന ചെയ്ത മക്കയിലെ ആളുകൾക്കും ഒക്കെ ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. കാര്യങ്ങളെ അവയുടെ ബാഹ്യമായ തലങ്ങളെ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് തീരുമാനങ്ങളിലേക്ക് എത്താൻ സാധ്യമല്ല. ഓരോ സംഗതിയും ഇപ്പൊ ചരിത്രത്തിന്റെ ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ തന്നെ ഞാൻ എന്തിന് പിറവിയെടുത്തു എന്ന് നമുക്ക് ആലോചിക്കാം. എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭാഗ്യം ചെയ്ത കാലത്ത് ഞാൻ ജനിക്കാതെ പോയി എന്നത് സ്വാഭാവികമായിട്ടും എനിക്ക് ആലോചിക്കാം. ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുന്നില് നമ്മുടെ അജ്ഞത വെച്ചുകൊണ്ട് ബാഹ്യമായ ചില സംഗതികൾ വെച്ചുകൊണ്ട് നമ്മൾ ചില നിഗമനത്തിലേക്ക് എത്തുന്നത് അത് സത്യമായിക്കൊള്ളണമെന്നില്ല, യഥാർത്ഥമായിക്കൊള്ളണമെന്നില്ല, അത് ശരിയായ ഒരു നിഗമനം ആയിക്കൊള്ളണം എന്നില്ല. പലപ്പോഴും മനുഷ്യൻ അങ്ങനെ എത്തിച്ചേരുന്ന പല നിഗമനങ്ങളും അബദ്ധങ്ങളായിരുന്നു എന്നത് പിന്നീട് അവരുൾപ്പെടെയുള്ള പലർക്കും ബോധ്യപ്പെടുന്ന ഒരു വെളിപ്പെടുത്തലും തിരിച്ചറിവും ഒക്കെ പിന്നീട് ഉണ്ടായി എന്ന് വരും. ചില കാര്യങ്ങള് വളരെ നിഗൂഢമായി സംഭവിക്കുന്നത് നമുക്ക് അറിയുകയില്ല അതിന്റെ യുക്തി എന്തായിരുന്നു എന്ന്. എന്നെ പലപ്പോഴും ഹോണ്ട് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ചരിത്രത്തിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ വർഷത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് ആണ് ആ വർഷത്തില് മക്കയിലെ കഅബയെ ആക്രമിക്കാൻ വേണ്ടി യമനിലെ രാജാവും സംഘവും ആനകളൊക്കെ അടങ്ങിയ ഒരു സംഘത്തെയും ഒരു സൈന്യത്തെയുമായിട്ട് വരുന്നതും അത് വളരെ വിസ്മയകരമായ വിധത്തില് ആ ആന സൈന്യത്തെ വളരെ അവിശ്വസനീയമായ ചില രീതിയിൽ നശിപ്പിക്കപ്പെടുന്നതും ഒക്കെ. അത് ഖുർആൻ പരാമർശിക്കുന്നുണ്ട് ആ സംഭവം പിന്നീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് നുബുവത്ത് കിട്ടി വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഈ സംഭവം ഖുർആനിൽ വിവരിക്കുന്നത്. പക്ഷേ ഈ ആനക്കലഹം അല്ലെങ്കിൽ ഈ ആന സൈന്യവുമായിട്ട് വന്നുകൊണ്ട് കഅബ തകർക്കാൻ വന്ന ആ യമൻ രാജാവിന്റെ ആ ധിക്കാരപരമായ നീക്കം ഇതൊരു ചരിത്ര സംഭവമാണ്. അത് നടന്ന ഘട്ടത്തില് നിസ്സഹായരായിക്കൊണ്ട് മാറി നിൽക്കാന് അബ്ദുൽ മുത്തലിബിനും കൂട്ടർക്കും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സംഭവത്തിന്റെ എന്താണ് അതിന്റെ രഹസ്യം എന്നത് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് അറിയില്ല. എങ്ങനെയാണ് യമനിലെ ആ രാജാവും സൈന്യവും മക്കയോട് അടുത്തുള്ള പ്രദേശത്ത് വെച്ച് ഈ ആകാശത്ത് നിന്ന് ചില പറവകൾ വന്ന് അവരുടെയൊക്കെ ശിരസിൽ കൊണ്ടിട്ട ചെറിയ കല്ല്, ചെറിയ ഈ ഉദാഹരണത്തിന് ചില ധാന്യമണികളുടെ ഒക്കെ വലിപ്പത്തിലുള്ള കല്ലുകള് അവരുടെ ശിരസിൽ വീണ് അവര് നശിച്ചു പോയത് എന്നത് എന്താണ് അതിന്റെ നിഗൂഢത എന്നത് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് ചില അനുമാനങ്ങൾ ഉണ്ടാകുക എന്നതല്ലാതെ ഒന്നും അറിയില്ല എങ്ങനെ ഇതുണ്ടായി എന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ പിന്നീട് ഖുർആനാണ് നടത്തുന്നത്. ഇതുപോലെ ചില സംഭവങ്ങൾ ചരിത്രത്തില് നിഗൂഢമായിട്ട് കിടക്കുന്നുണ്ട്. ആ നിഗൂഢതകൾ വെളിപ്പെടണമെങ്കിൽ ആ നിഗൂഢത അറിയുന്ന ആളെ വെളിപ്പെടുത്തിയാലേ നമുക്കത് ബോധ്യപ്പെടുകയുള്ളൂ, സ്വീകാര്യമാവുകയുള്ളൂ. മനുഷ്യര് അനുമാനങ്ങളിൽ എത്തിച്ചേരാറുണ്ട് എന്നതാണ് ശരി. നമുക്കറിയാം ടൈറ്റാനിക് എന്നുള്ള ഒരു പടുകൂറ്റൻ കപ്പല് അതിന്റെ കന്നി യാത്രയിൽ തന്നെ മുങ്ങിപ്പോകുന്ന സംഭവം. അതിന്റെ നിർമ്മാതാക്കള് വലിയൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് അത് നീറ്റിലിറക്കുകയുണ്ടായത്. എന്നാൽ അതിന്റെ കന്നി യാത്രയിൽ തന്നെ അത് മുങ്ങിത്താണ് പോകുന്ന ഒരു സംഭവമാണ് അരങ്ങേറിയത്. ഇതുപോലെ പല സംഗതികളും ഈ ഒരുപക്ഷെ 9/11 ആക്രമണം ഇന്നും ലോകത്തിന് വേണ്ട വിധത്തില് വ്യക്തതയുള്ളതല്ല. ആരാണ് യഥാർത്ഥത്തിൽ 9/11 ആക്രമണം നടത്തിയിട്ടുള്ളത്? ട്വിൻ ടവേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം നടത്തിയത് യഥാർത്ഥത്തില് അതിന്റെ ആസൂത്രകരാരായിരുന്നു എന്നതൊന്നും ലോകത്തിന് വേണ്ട വിധത്തില് വ്യക്തതയുള്ള ഒരു സംഗതിയായിട്ട് മാറിയിട്ടില്ല. പലരുടെയും മേലും കുറ്റം ആരോപിക്കുകയും പലരെയും അതില് കുറ്റവാളികളായി കണ്ടുകൊണ്ട് ശിക്ഷിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളും തടവിലിട്ട് ദീർഘകാലം അവരെ ദ്രോഹിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആരായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ കൾപ്രിറ്റ്സ് എന്നത് നമുക്ക് ഇന്നും തെളിയിക്കപ്പെടാതിരിക്കുന്ന ഒരു കാര്യമാണ്.
അന്ന് ട്വിൻ ടവേഴ്സിൽ ജോലിയിലുണ്ടായിരുന്ന 4000-ഓളം വരുന്ന യഹൂദര് എങ്ങനെ ആ ആക്രമണം നടന്ന ദിവസം എല്ലാവരും തന്നെ ജോലിക്ക് ഹാജരാകാതെ മാറി നിൽക്കുന്നവരായി എന്ന ഒരു സംഗതി, അതേക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളുണ്ട്. അത് അറിയുന്ന സ്രോതസ്സുകളിൽ നിന്ന് അതിന്റെ ഉത്തരം ലഭിക്കുമ്പോൾ മാത്രമേ അതിൽ വ്യക്തത വരുള്ളൂ. അത് സമാവിയായ ജ്ഞാനമുള്ള, അല്ലെങ്കിൽ എല്ലാറ്റിനെ കുറിച്ചും സൂക്ഷ്മമായിട്ട് അറിയുന്ന പടച്ച തമ്പുരാൻ വെളിപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അതിൽ കൃത്യമായ അറിവ് ലഭിക്കാൻ സാധിക്കുക എന്നതാണ് വസ്തുത. എന്തായാലും ഇങ്ങനെയുള്ള ഈ പ്രകൃതത്തോടു കൂടിയുള്ള ചില സംഭവങ്ങളെ മൂസ അലൈഹി ഇസ്ലാമിന് അനുഭവവേദ്യമാക്കി കൊടുത്തുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. മക്കയിലെ ഈ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലെ ആളുകളെ അത് ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ പിൽക്കാലത്തുള്ള എല്ലാ തലമുറയിലെയും ആളുകൾക്ക് ഇത് സംബന്ധമായുള്ള ചില കാര്യങ്ങൾ, അതിലൂടെ ആർജിക്കേണ്ട ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ അതിന്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് മനസ്സിലാക്കാം. ഇന്ന് വായിച്ച ആയത്തുകൾ ഒന്നുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. വൈദക്കാല മൂസ ലി ഫത്താഹു, മൂസ അലൈഹിസ്സലാം തന്റെ ഭൃത്യനോട് ഇങ്ങനെ പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സംഭവം പ്രത്യേകം ഓർക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതുമായ ഒരു സംഗതി തന്നെയാണ്. അത് അവരെ ഒന്ന് കേൾപ്പിക്കുക. ലാ അബ്രഹു ഹത്ത അബ്ലുഗ മജ്മഅ അൽ ബഹ്റൈൻ, സമുദ്രങ്ങളുടെ അല്ലെങ്കിൽ നദികളുടെ സംഗമസ്ഥാനത്ത് എത്തുന്നത് വരെ ഞാൻ എന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഔ അംലി ഹുഖ്ബ, അതല്ലെങ്കിൽ ഒരു പക്ഷേ വളരെ ദീർഘമായ ഒരു യാത്രയായിട്ട് ഇത് നീണ്ടുപോയെന്നും വരും. ഫലമ്മ ബലഗ മജ്മഅ ബൈനിഹിമ, അങ്ങനെ ആ യാത്രയുടെ ഒരു ലക്ഷ്യപ്രാപ്തി എന്നുള്ള നിലക്ക് അവര് ആ സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് എത്തിയപ്പോ നസിയ ഹൂതഹുമ, അവരുടെ കൈവശമുണ്ടായിരുന്ന ആ മത്സ്യം, അതിന്റെ കാര്യത്തിൽ ഒരല്പം അശ്രദ്ധരായിപ്പോയി, അവർ മറന്നുപോയി അതിനെക്കുറിച്ച്. അതിനെ തുടർന്ന് ഫത്തഹദ സബീലഹു, അപ്പോ ആ മത്സ്യം അതിന്റെ വഴി തേടിക്കളഞ്ഞു. ആ സന്ദർഭത്തിൽ ഫിൽ ബഹർ, കടലിലേക്കുള്ള അതിന്റെ വഴി. സറബ, അത് തട്ടിപ്പടച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ സറബ എന്ന വാക്കിന് സ്ലിപ്പ് ചെയ്തുകൊണ്ട് എന്നൊക്കെയാണ് നമുക്ക് അർത്ഥം കാണാൻ കഴിയും. അപ്പോ ഒരു പക്ഷേ മണ്ണില് ഈ നീരൊഴുക്കിന്റെ വല്ല സുഷിരവും ഉണ്ടായിരുന്നതിനെ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ അങ്ങ് തുളച്ച് സമീപത്ത് തന്നെയുള്ള സമുദ്രത്തിലേക്ക് അത് എത്തിച്ചേർന്ന് കളഞ്ഞു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഏതോ വിധത്തില് ഈ മത്സ്യം ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഭൃത്യൻ കൈവശം കൊണ്ട് നടന്നിരുന്ന ആ മത്സ്യം അവരാ ഈ സമുദ്ര സംഗമ സ്ഥാനത്ത് എത്തിയപ്പോ മത്സ്യം തട്ടിപ്പടച്ച് ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ രക്ഷപ്പെട്ട് ആ സമുദ്രത്തിലേക്ക് ചെന്ന് ചേർന്ന് കളഞ്ഞു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അടയാളമാണ്. അദ്ദേഹം തേടിയെത്തിയിരിക്കുന്ന ആ സ്ഥലത്തെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള സംബന്ധമായ കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് പഠന വിധേയമാക്കാം എന്ന് സൂചിപ്പിക്കുകയാണ്. 2-3 പ്രതികരണങ്ങൾ ഒന്ന് കേൾപ്പിക്കാം. അതിനോട് വളരെ സംക്ഷിപ്തമായിട്ട് മാത്രം പ്രതികരിക്കുകയും ചെയ്യാം. അമൂർത്തമായ ദൈവം എന്ന ആശയത്തെ ഉപയോഗിച്ച് മറ്റു മനുഷ്യരെ തന്റെ പിന്നിൽ ഉറപ്പോടെ നിലനിർത്താനും തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിച്ചെടുക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതല്ലേ നമ്മൾ ഇതിലൊക്കെ കാണുന്നത് എന്നതാണ് പീസ് എന്നുള്ള പ്രൊഫൈലിന് വീണ്ടും വന്നിരിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ അമൂർത്തമായ ഒരു ദൈവം ആണോ യഥാർത്ഥത്തില് ആളുകളെ വരുതിയിൽ കിട്ടാൻ എളുപ്പമുള്ള ഒരു വഴി, അതോ മൂർത്തമായ ഒരു ദൈവം? ആലോചിക്കാവുന്നതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് കാണപ്പെടുന്ന ഒരു വിഗ്രഹരൂപം അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് എല്ലായിടങ്ങളിലും ഇങ്ങനെയുള്ള ചൂഷണത്തിന്റെ ആളുകൾ രംഗത്ത് വരാറുള്ളത്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ പലപ്പോഴും ഈ മരിച്ചുപോയ ആളുകളുടെ മഖ്ബറകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്
അങ്ങനെയുള്ള ഒരു പൗരോഹിത്യത്തിന്റെ ചൂഷണ സംവിധാനം പലപ്പോഴും തഴച്ച് വളരുന്നതും കൊഴുത്തു വരുന്നതും ഒക്കെ കാണാൻ പറ്റും. എല്ലാ സമൂഹങ്ങളിലും ഇതുപോലെ എന്തെങ്കിലും ഒരു മരിച്ചുപോയ ഒരാളെ മറമാടിയ സ്ഥലം എന്ന് കാണിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു ദിവ്യൻ എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു മൂർത്തി കാണിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു രൂപം ഉണ്ടാക്കിക്കൊണ്ടോ ഒക്കെയാണ് ഈ ചൂഷണ സംവിധാനം എല്ലാ ഇടങ്ങളിലും ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. അദൃശ്യനായ ഏകദൈവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ചൂഷണ സംരംഭം എന്നത് ഒരുപക്ഷെ നമുക്ക് വളരെ കൗതുകം ഉളവാക്കുന്ന ഒരു നിരീക്ഷണമാണ്. അത് എത്രത്തോളം സാധിക്കും എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലായിടത്തും മൂർത്തമായ ഒരു ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേ ഒരു പൂജാരിക്ക് ഇടമുള്ളൂ. മിണ്ടാനും പറയാനും ഒന്നും കഴിയാത്ത ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അത് ദൈവമാണ്, അതിന്റെ തൃപ്തി, ഇഷ്ടം, കാര്യങ്ങളൊക്കെ പൂജാരിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പൂജാരിയാണ് അതിൽ ഇടപെട്ടുകൊണ്ട് അതിന്റെ തൃപ്തി എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു പുരോഹിത വൃന്ദം അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് സമൂഹത്തെ പിഴിഞ്ഞെടുക്കുന്ന, സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന സംവിധാനങ്ങൾ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമൂർത്തമായ ഒരു ദൈവത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചൂഷണ സംരംഭം എന്നത് വളരെ വിചിത്രമായ ഒരു സംഗതിയായിട്ടേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഇനി തന്റെ കൂടെ അങ്ങനെ ആളുകളെ ഉറപ്പിച്ചു നിർത്തി തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാള് ആണെങ്കിൽ എന്ത് സ്വാർത്ഥ താല്പര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെയാണല്ലോ ഇവിടെ പരോക്ഷമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ചരിത്രത്തിലെ മനുഷ്യരുടെ കൂട്ടത്തിലെ, മനുഷ്യ ചരിത്രത്തിലെ അറിയപ്പെടുന്ന ആളുകളുടെ ഒക്കെ സംഭവങ്ങളും ജീവിതവും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ ഏറ്റവും ത്യാഗപൂർണമായ ഒരു ജീവിത കാലയളവില് അദ്ദേഹത്തിന്റെ സ്വാർത്ഥതയെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്താണ് അദ്ദേഹം നേടിയത് എന്നതും ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇത് ഞാൻ നിങ്ങളുടെ സത്യസന്ധമായ അന്വേഷണത്തിന് വിടുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്രത്തിൽ ജീവിച്ച, ചരിത്രത്തിന്റെ വിശാലമായ പകൽ വെളിച്ചത്തില് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ ജീവിച്ച ഒരാളാണ്. ഏതെങ്കിലും ഐതിഹ്യത്തിലെ കഥാപാത്രമല്ല, ചരിത്ര പുരുഷനാണ്. അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുമായ പലരും അദ്ദേഹത്തിന്റെ ജീവിതത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ പറ, എത്രത്തോളം ചൂഷണം നിങ്ങൾക്ക് അദ്ദേഹത്തില്, സ്വാർത്ഥത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാനുണ്ടായിരുന്നു എന്നത്. എന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ പറഞ്ഞോളൂ. എനിക്ക് ഇതിന് ഉത്തരം ആവശ്യമില്ല. കാരണം അതിനു മാത്രം ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഖുർആനിലൂടെയും അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൂടെയും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ടെത്തല് ഈ വിഷയത്തിൽ എനിക്ക് ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കുക. എന്നിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കോളൂ. അതിനുള്ള സ്വാതന്ത്ര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്രവാചകനായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ ആ മാർഗം സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അള്ളാഹു തരുന്നുണ്ട്. മറിച്ച് അദ്ദേഹത്തെ ഒരു വ്യാജനായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ തീരുമാനം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പ്രപഞ്ചനാഥൻ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അത് നിങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ, അങ്ങനെയുള്ള ഒരു ആസിഡ് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ ഒരു പ്രവാചകനെ വിലയിരുത്തുന്നതിന് പ്രയോജനപ്പെടുത്തുന്നത് സത്യസന്ധമായ ആത്മാർത്ഥമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സത്യത്തിൽ എന്റെ പ്രിയം എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ മനോഘടനയിൽ സത്യസന്ധമായ അന്വേഷണമാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സന്മാർഗം കാണിക്കുക എന്നത് അള്ളാഹു നിർവഹിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം, ഇത് യുക്തിബോധം ഉണ്ടായിരുന്ന
മക്കാവാസികൾ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ശിക്ഷയുണ്ടെങ്കിൽ അത് കാണിച്ചു തരൂ എന്ന് ആവശ്യപ്പെട്ടത്. അപ്പൊ മക്കാവാസികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ വലിയ ചൂഷണത്തിന്റെ അജണ്ടയുമായിട്ട് രംഗത്തിറങ്ങിയതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ടാണ് ശിക്ഷയുണ്ടെങ്കിൽ അതിങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞത് എന്നാണ് ഇദ്ദേഹം അനുമാനിക്കുന്നത്. ഞാനൊരു മറുചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഒരു പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ട് എന്ന് സങ്കല്പിക്കാം. ആ പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യർക്ക് മാർഗം കാണിക്കുന്നതിന് അവരുടെ കൂട്ടത്തിൽ പെട്ട ഒരാളെ തെരഞ്ഞെടുത്ത് നിയോഗിക്കും എന്നും സങ്കല്പിക്കുക. അതൊക്കെ വെറും തത്വത്തിൽ അംഗീകരിച്ചാൽ മതി. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പ്രപഞ്ച സൃഷ്ടാവ് എന്ത് വഴിയാണ് സ്വീകരിക്കുക? ഇങ്ങനെ ഒരാളെ ദൈവികമായ ജ്ഞാനം നൽകിക്കൊണ്ട്, വെളിപാടുകൾ നൽകിക്കൊണ്ട്, മാർഗദർശനം ചെയ്തുകൊണ്ട് അയക്കാൻ സാധ്യതയുണ്ടോ? ഇല്ലേ? അങ്ങനെ ഒരാളെ അയക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുക? അയാള് ഏതൊക്കെ വിധത്തിലാണ് അയാൾ ജീവിക്കുക? എന്തൊക്കെ ഇടപെടലുകളാണ് അദ്ദേഹം നടത്തുക? അത് ചരിത്രത്തിലും മനുഷ്യ സമൂഹത്തിലും സമകാലികർക്കിടയിലും എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക എന്നതൊക്കെ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. ഇത് വ്യാജനാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കണതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ മറിച്ചൊരു സാധ്യതയുണ്ടല്ലോ. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നിങ്ങളുടെ സത്യാന്വേഷണം അതിന്റെ പൂർണ്ണതയിലെത്തും. വേറെ ഒന്ന്, ശിക്ഷ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്നതിന് ഒരു ന്യായം എന്ന നിലയിലല്ലേ ദൈവം പരമകാരുണികനും അതുപോലെ ക്ഷമിക്കുന്നവനുമാണ് എന്നൊക്കെ പറയുന്നത് എന്നതാണ് മറ്റൊരു ചോദ്യമായിട്ട് അദ്ദേഹം കാണുന്നത്. ന്യായമായിട്ട് നിങ്ങൾക്ക് ആരെയും സംശയിക്കാം, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംശയിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ദൈവത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഒരാൾ വരുമ്പോ അതിനെയും സംശയിക്കാം. പക്ഷെ ലക്ഷ്യം ശരിയാവണം, ഹക്ക് കണ്ടെത്താൻ വേണ്ടിയാവണം. ഹക്ക് സത്യം കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങൾ സംശയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യാജനെയും സത്യവാദിയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള ടൂൾസ് നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ തന്നിട്ടുണ്ട് എന്നതാണ് ഖുർആൻ അറിയിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ദൈവത്തെ പരമകാരുണികനാകാന്, ക്ഷമയുള്ളവനാകാന് ഒക്കെ നിങ്ങൾ അതൊക്കെ പറയുന്നത് ഈ വിധത്തില് ഒരു ന്യായം പറച്ചിലായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ അതൊന്ന് പരിശോധിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് പോലും ഒരുപാട് വാരിയബിൾസിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അങ്ങനെ പറ്റാത്ത ചിലരൊക്കെ ഉണ്ട് ഭൂമുഖത്ത്. ചില അസുഖബാധയെ തുടർന്ന് നാക്കനക്കാൻ പറ്റാതെ പോകുന്ന, പേന ചലിപ്പിക്കാൻ പറ്റാതെ പോകുന്ന, കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കാനല്ലാതെ ഒന്നും കഴിയാത്തവരുണ്ട്. അപ്പോ ദൈവത്തിന്റെ കാരുണ്യാണോ അല്ലേ എന്നത് നിങ്ങൾ അനുഭവിക്കുന്നത് ഉൾപ്പെടെയുള്ള ചോദ്യം ചോദിക്കാൻ കഴിയുന്നു, ശ്വാസം അയക്കാൻ പറ്റുന്നു, ദൈവത്തിനോട് വലിയ വെല്ലുവിളി നടത്തുന്ന വിധത്തില് സംസാരിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രയാസമില്ലാതെ നിലകൊള്ളാൻ പറ്റുന്നു എന്നതൊക്കെ ദൈവിക കാരുണ്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ അന്വേഷണം നിങ്ങൾ തുടരുക. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ സത്യസന്ധതക്കുള്ള ഒരു പ്രതിഫലം എന്നുള്ള നിലക്ക് സത്യം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിച്ചെന്ന് വരും. അപ്പോ ഒരു ചോദ്യം, തുർക്കിയില് ഈ അടുത്തിടെ ഭൂകമ്പമുണ്ടായി, തകർന്നടിഞ്ഞു. ആരെ ശിക്ഷിക്കാനാണ് അവിടെ അങ്ങനെ ചെയ്തത്? അവിടെ ആ ശിക്ഷ അനുഭവിച്ചത് ദൈവജനം അല്ലായിരുന്നോ എന്നാണ് ചോദ്യം. അപ്പോ തുർക്കിയില് ഭൂകമ്പം ഉണ്ടായതിനു ശേഷം അതിന്റെ നിഗൂഢത എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഖുർആനോ ദൈവിക വെളിപ്പാടോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്തായിരുന്നു അത് എന്നത്, അതിന്റെ പിന്നിലുള്ള ദൈവിക നിശ്ചയം എന്തായിരുന്നു എന്നത് പറയാൻ കഴിയില്ല. ഖുർആൻ പലയിടങ്ങളിലും ദൈവിക ശിക്ഷ എന്നുള്ള നിലക്ക് ഈ ഭൂകമ്പത്തെയും പ്രകൃതിക്ഷോഭത്തെയും ഒക്കെ പരാമർശിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ദൈവിക നടപടികള് ധിക്കാരികളായ സമൂഹത്തിന്റെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നതും ഖുർആൻ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഒരിടത്തുണ്ടായ സംഭവത്തിന്റെ നിഗൂഢത എന്താണ് എന്നത് നമുക്കറിയില്ല. ഗൈബിയായ കാര്യമാണ്. ഗൈബിയായ കാര്യത്തില്, അദൃശ്യമായ കാര്യത്തില് അഭിപ്രായം പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ എന്തോ ഉണ്ടാവാം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് ദൈവജനം അല്ലേ എന്ന് ചോദിച്ചാൽ ദൈവജനം എന്നൊരു സംഗതി ഉണ്ടോ? എല്ലാവരും ദൈവത്തിന്റെ ജനങ്ങളാണ്. നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ദൈവത്തിന്റെ ജനങ്ങളാണ്, ഒരു സംശയവും ഇല്ല. അവരുടെ കൂട്ടത്തില് ദൈവത്തെ ഭയപ്പെട്ട് കഴിയുന്ന, ദൈവത്തിനെ ഗൗനിക്കുന്ന തഖ്വയുള്ള ആളുകൾ ഉണ്ടാകും, അല്ലാത്തവരും ഉണ്ടാകും.
ഫാജിറുകളായ ആളുകൾ ഉണ്ടാവും, ശയ്യാത്തുകളുടെ പുറകെ പോകുന്ന ആളുകളും ഉണ്ടാവും. ഇത് നിങ്ങൾ ഉദ്ദേശിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് എന്നതാണെങ്കിൽ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാം ഉൾക്കൊള്ളാത്ത, ഭയഭക്തി ഉണ്ടായിട്ടില്ലാത്ത, സൂക്ഷ്മത ജീവിതത്തിൽ കൈവരിച്ചിട്ടില്ലാത്ത, മഹാവൃത്തികേടുകളുടെ പുറകെ പോകുന്ന ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. അതുപോലെ പല നാടുകളുടെയും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇതൊരു സമുദായം എന്നുള്ള നിലക്ക് ഒരു ലേബലിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു സംഗതിയല്ല. അള്ളാന്റെ ദീന് പിൻപറ്റുന്നവർക്കേ ആ ദീനുള്ളൂ. ആ കുടുംബത്തിൽ പിറന്നവനാണ് ആ ദീനിന്റെ ആള് എന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകൻ തെറിച്ചു പോയതാണ്. അവന് പ്രളയം വന്നപ്പോ പോലും നൂഹ് അലൈഹി ഇസ്ലാമിനോടൊപ്പം ചേരാൻ സന്നദ്ധനാവാതിരുന്നവനാണ്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പത്നിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അതുപോലെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിലും അങ്ങനെ ഒരു അനുഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില് ഇതൊരു കുടുംബ സ്വത്തായിട്ടാണ് ദീന് നിങ്ങൾ കാണുന്നതെങ്കിൽ, അള്ളാന്റെ മതം എന്ന് നിങ്ങൾ ദൈവജനം എന്നൊക്കെയുള്ള നിലക്ക് കാണുന്നതെങ്കിൽ, ഇസ്ലാം പഠിപ്പിക്കുന്ന ദീനും അല്ലെങ്കിൽ മതവും അതല്ല. അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇസ്ലാമിക സമൂഹത്തിനകത്ത് തന്നെ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച്, കാനേഷുമാരി അനുസരിച്ച് മുസ്ലിങ്ങളായിട്ട് ലേബൽ ചെയ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നിരീശ്വരവാദികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അതുപോലെ സംഘപരിവാറിന്റെ കൂടെ നിൽക്കുന്നവരുണ്ട്, വലിയ അക്രമങ്ങൾ നടത്തുന്നവരുണ്ട്, പലിശ ഉൾപ്പെടെയുള്ള സകല ചൂഷണങ്ങളും വൃത്തികേടുകളും പ്രൊഫഷണൽ ആയിട്ട് നടത്തുന്നവരുണ്ട്. എല്ലാ തരവും ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതല്ല മാനദണ്ഡം. ആരൊക്കെയാണോ അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ള തത്വയോടുകൂടി ജീവിക്കുന്നത്, അവരാണ് ദൈവജനം എന്നോ അല്ലെങ്കിൽ ഭക്തരായ ആളുകൾ എന്നൊക്കെ പറയാം. അതല്ലാത്തവര് ആ കുടുംബത്തിലോ സമൂഹത്തിലോ പിറന്നതായതുകൊണ്ട് അതാവുന്നില്ല എന്നതാണ് വസ്തുത. അപ്പൊ ഞാനത് ബാക്കി നിങ്ങളുടെ അന്വേഷണത്തിന് വിടുകയാണ്. അപ്പോ മറ്റൊന്ന്, ഹാർമണി ഇന്ന് ഹാർമണിയെ കുറിച്ചാണ്. അത് ഇന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വസ്തു സൃഷ്ടിക്കുന്നത് ഒരു ശാസ്ത്രജ്ഞനല്ല, വിവിധ ശാഖകളിൽ പ്രാവീണ്യമുള്ള നൂറുകണക്കിന് ശാസ്ത്രജ്ഞര് ചേർന്നാണ് അത് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഒന്നിലധികം ദൈവങ്ങൾ ചേർന്ന് ഹാർമണിയുള്ള ലോകം സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന വാദം തെറ്റല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതില് രണ്ട് പ്രശ്നം അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം ആദ്യം, ഇവിടെ ഹാർമണി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഭൂകമ്പവും പ്രളയവും യുദ്ധവും ഒക്കെ തന്നെ ഹാർമണി ഇല്ലായ്കയുടെ തെളിവായിട്ടാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഒരുപാട് ദൈവങ്ങൾ ഉള്ളത് കൊണ്ട് ഹാർമണി ഉണ്ടാവണില്ല എന്നതിനുള്ള തെളിവായിട്ടാണല്ലോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത്. അപ്പോ ഹാർമണി ഇല്ല എന്നാണെങ്കിൽ ഈ പറയുന്നതിന് വലിയ പ്രസക്തി ഒന്നുമില്ലല്ലോ. ഇനി ഹാർമണി ഒരുപാട് ദൈവങ്ങൾക്ക് കൈകോർത്തുകൊണ്ട് തന്നെ ഹാർമണി ഉണ്ടാക്കാം എന്നതാണെങ്കിൽ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം അങ്ങനെയുള്ളതല്ല. സൃഷ്ടിപ്പിന്റെ ദൈവത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കുൻ എന്ന ദൈവിക നിർദ്ദേശം ഉണ്ടാകുകയേ വേണ്ടതുള്ളൂ. ഉണ്ടാകു എന്ന ദൈവിക നിർദ്ദേശം നൽകപ്പെടുന്നതോടുകൂടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്ന കാര്യം. കുൻ ഫയഖൂൻ. ഒരു സംഗതി ഉണ്ടാവണം എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ കുൻ എന്ന അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം ഉണ്ടാവുകയേ വേണ്ടതുള്ളൂ, അതുണ്ടായിട്ടുണ്ടാവും. അതിന് എത്ര സങ്കീർണമായ ഒരു പ്രക്രിയയാണെങ്കിലും ഒരു സംവിധാനമാണെങ്കിലും അതുണ്ടായിട്ടുണ്ടാവും. മനുഷ്യ ശരീരം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര എന്താണ് വിസ്മയകരമായ സങ്കീർണതകൾ അടങ്ങിയതാണ് മനുഷ്യ ശരീരം തന്നെ. അതിന്റെ ഓരോ അപ്പോ നെർവസ് സിസ്റ്റം, അതുപോലെ അതിന്റെ മറ്റേ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിന്റെ റെസ്പിറേറ്ററി സിസ്റ്റം, അതിന്റെ സ്പൈൻ റിലേറ്റഡ് ആയ നെർവസ് സിസ്റ്റം പോലെയുള്ള സംഗതികളൊക്കെ എത്ര സങ്കീർണമായ സംഗതിയാണ്. ഇതൊക്കെ നിലവിൽ വന്നത് ഒരുപാട് ദൈവങ്ങളുടെ കൈകോർത്തുള്ള പ്രവർത്തനമാണ് എന്നല്ല ഖുർആൻ പറയുന്നത്. കുൻ എന്ന ഒരു ദൈവിക നിർദ്ദേശം മാത്രമേ ഈ പ്രപഞ്ച സാകല്യം ഉണ്ടാകാൻ പോലും ആവശ്യമായിട്ടുള്ളൂ എന്നാണ്. ഇനി ഒരുപാട് പേര് കൈകോർത്തുകൊണ്ട്
പല സംഗതികളും വിജയിപ്പിച്ചെടുക്കുന്നത് മനുഷ്യ സമൂഹത്തിൽ ഒരു മാതൃകയായിട്ട് നമുക്ക് കാണാം. ശരിയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ അതിന്റെ മുകളില് ഒരു കമാൻഡിങ് അതോറിറ്റി എപ്പോഴും ഉണ്ടാവും. ആ കമാൻഡിങ് അതോറിറ്റി ഇല്ലാത്തിടത്തോളം കാലം, ആ അധികാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാടില്ലാത്തിടത്തോളം കാലം ഒരു ശാസ്ത്ര പ്രക്രിയയിലും അല്ലെങ്കിൽ ഒരു സയന്റിഫിക് പ്രോജക്റ്റിലും വിജയം കണ്ടെത്താൻ കഴിയില്ല. ഡിസ്പ്യൂട്ട് ഉണ്ടാവും, അവർക്കിടയിൽ ശണ്ട ഉണ്ടാവും, ലഹള ഉണ്ടാവും, അടിപിടി ഉണ്ടാവും. ഇത് ശാസ്ത്രം, സാമൂഹ്യ രംഗം ഒന്നൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയല്ലേ? രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണ് വടംവലികൾ ഉണ്ടാവുന്നതും അതുപോലെ പരസ്പരം പാരവെക്കുന്നതും കുതികാൽ വെട്ടിപ്പ് നടത്തുന്നതും ഒക്കെ? ഇതേപോലെ തന്നെയാണ് ശാസ്ത്രവും അതുപോലുള്ള മേഖലയും. മനുഷ്യനാണല്ലോ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ഒരു പ്രവണത അവിടെയൊക്കെ പ്രകടമാവും. പലപ്പോഴും അധികാര മുഷ്ക് കൊണ്ട് പലരെയും അടക്കി നിർത്തുന്നത് കൊണ്ടാണ് അത് പ്രകടമായി കാണാത്തത്. അധികാര മുഷ്ക് പ്രയോഗത്തില് വരാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ അല്ലെങ്കിൽ കാണിക്കാൻ കഴിയുന്ന ആളുകളല്ല ഏറ്റവും തലപ്പത്തുള്ളതെങ്കിൽ അവിടെ എപ്പോഴും അസ്വസ്ഥത പ്രകടമാവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റൽ മെഷീനറി ഒക്കെ തന്നെ പരിശോധിച്ചാൽ മതി. അവിടെ ഭയങ്കരമായ രൂക്ഷമായ വടംവലിയും അടിപിടിയും ഒക്കെ ഉണ്ടാവും. അത് ടോപ്പിലുള്ള ആള് എല്ലാവരെയും കൊണ്ട് അടക്കി നിർത്താൻ കഴിയുന്ന, അധികാരം പ്രയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഗരിമ കാണിക്കാൻ കഴിയുന്ന ഒരാളല്ല. അയാൾ ഒരു അല്പം ദുർബലനാണെങ്കിൽ നമുക്കറിയാം തലയിൽ കയറിയിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് ഇത്തരം പല സെഗ്മെന്റ്സും കോംപ്ലക്സ് ആയ സംഗതികൾ നിർമ്മിക്കുന്നതിൽ പലരും കൈകോർത്തുകൊണ്ടാണ് അത് അച്ചീവ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളുടെ ഈ ബഹിരാകാശ യാത്ര അല്ലെങ്കിൽ ഈ ചന്ദ്രയാൻ പ്രോജക്റ്റ് ഒക്കെ നടപ്പിലാക്കിയ വിജയം പോലെയുള്ള സംഗതികൾ, ഇത് വളരെ കോംപ്ലക്സ് ആയ സംഗതി പലരും ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു സംഗതിയാണ് എന്നതിൽ സംശയമൊന്നുമില്ല. അത് സക്സസ് സ്റ്റോറിയുടെ ഒരു വശമാണ്. വേറൊരു വശമുണ്ട് അതിന്, ഫെയിലിയർ ആവുന്ന അനുഭവങ്ങൾ. അത് മനുഷ്യർക്കിടയിൽ ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്യുന്നതും കൊമ്പ് കോർക്കുന്നതും അടിപിടി ഉണ്ടാവുന്നതും. എത്ര രാജ്യങ്ങൾ അങ്ങനെ തകർന്നിട്ടുണ്ട്, എന്തെല്ലാം ദുരിതങ്ങൾ ഭൂമുഖത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങനെ സാധിക്കുന്നു എന്നത് അങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പുണ്ടായത് അല്ലെങ്കിൽ ദൈവങ്ങൾ അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കാനല്ല. മനുഷ്യരങ്ങനെയാണ് എന്നതിന് നിങ്ങൾ പറഞ്ഞ തെളിവാണ്. മനുഷ്യർക്കിടയിൽ കൈകോർത്തുകൊണ്ട് പലതും നേടാൻ കഴിയും. കൈകോർക്കാതെ പോകുമ്പോൾ അവർ അടിപിടിയാവുന്നതും അതുപോലെ തകർച്ച നേരിടുന്നതും കാണാൻ കഴിയും. പക്ഷെ ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. ദൈവത്തിന് കുൻ എന്ന് പറയേ വേണ്ടതുള്ളൂ. അപ്പൊ അത് സംഭവിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേര് വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് വിശ്രമം വേണ്ടി വരുന്ന വിധത്തില് പണിയെടുത്തുകൊണ്ടല്ല, അല്ലെങ്കിൽ ദൈവം തന്നെ അങ്ങനെ വിശ്രമിക്കാൻ വേർത്തു പോയ ഒരു അവസ്ഥയിലേക്ക് ആകുന്ന വിധത്തിലല്ല ലോകത്തെ ഉണ്ടാക്കിയത് എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരുവനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ഒരു സംഗതി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വേർപ്പൊഴിക്കേണ്ടി വരുന്ന ഒരാളെ ദൈവം എന്നല്ല വിളിക്കുക, മനുഷ്യൻ എന്നാണ് വിളിക്കുക. അതാണ് ഞാൻ നേരത്തെ അപ്പിയിടുന്ന ദൈവം എന്ന് സൂചിപ്പിച്ചതിന്റെ ഒരു രഹസ്യം. ഞാനത് മോശമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് പറയല്ല. അപ്പിയിടുന്നത് എന്നുള്ളതിന് പകരം ഭക്ഷണം കഴിക്കുന്ന എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ പെണ്ണ് കെട്ടുന്ന എന്ന് പറഞ്ഞാലും മതി. ഇതൊക്കെ മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവണതകളാണ്, ആവശ്യമാണ്. പക്ഷെ അങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ഒരാളെയല്ല ദൈവം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവം ഏതാണ്, ദൈവസങ്കല്പം ഏതാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷെ ഞാൻ ദൈവമായിട്ട് കാണുന്നത് എന്തെങ്കിലും ഒരു പണി ചെയ്തതിന്റെ പേരിൽ വേർത്തൊലിച്ചു പോകുന്ന അല്ലെങ്കിൽ ക്ഷീണിച്ച് തളർന്ന അവശനായിരിക്കുന്ന ഒരു ദൈവത്തിനെ അല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ 1000 ആളുകളുടെ പിൻബലവും പിന്തുണയൊക്കെ ഉണ്ടായിട്ട് മാത്രമേ ഒരു സംഗതി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ദൗർബല്യം പേറുന്ന ഒരാളെ അല്ല ഞാൻ ദൈവമായിട്ട് കാണുന്നത്, ദൈവമായിട്ട് മനസ്സിലാക്കുന്നത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കുൻ എന്ന് പറഞ്ഞാൽ ഫയഖൂൻ എന്ന വിധത്തില് സൃഷ്ടികർമ്മം നടത്താൻ കഴിയുന്ന ശക്തിയെയാണ് ഞാൻ ദൈവം എന്ന് വിളിക്കുന്നത്. അതിനിടക്കുള്ള എന്തെങ്കിലുമൊക്കെ ഇന്ദ്രജാലം അല്ലെങ്കിൽ മാജിക് ഒക്കെ കാണിച്ചിട്ട് അത് ദിവ്യത്വമാണ് എന്ന് അവകാശപ്പെടുന്ന കുറെ ആളുകൾ അങ്ങനെ അണിനിരന്നിട്ട് അതൊക്കെ ദൈവമാണ് എന്ന് സങ്കല്പിക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്ര തന്നെ മാന്ത്രിക വിദ്യ മുതുകാട് കാണിച്ചാലും രാവിലെ നേരം വെളുത്ത് കക്കൂസ് പോയി അപ്പിയിടുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ ഒരു മനുഷ്യനായിട്ടേ ഞാൻ കാണുള്ളൂ.
ഇതുപോലെയാണ് എല്ലാ പൂജാരികളെയും ദിവ്യന്മാരെയും അല്ലെങ്കിൽ ദിവ്യത്വം അവകാശപ്പെടുന്ന ആൾ ദൈവങ്ങളെയും ഒക്കെ ഞാൻ കാണാം. ഇനി ജീവിച്ചിരിപ്പുള്ളവരുടെ കാര്യം അതാണെങ്കിൽ ജീവൻ തന്നെ ഇല്ലാത്ത വിഗ്രഹങ്ങളുടെ കാര്യത്തില് അത് വെറും മണ്ണും കല്ലും ലോഹവുമായിട്ടേ ഞാൻ കാണുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാം, അതിന് യാതൊരു വിരോധവുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.